എൻ്റെ ചേട്ടാ, ഇപ്പം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെ എടുത്ത് നോക്ക്. അവരെക്കാളും കൂടുതൽ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഈ പറയുന്ന പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു അബദ്ധം പറ്റി, ശരിയാണ്. ഞാൻ ഏത് പ്രോജക്റ്റാണ് കറക്റ്റ് സമയത്തൊക്കെ ആയിരിക്കുന്നത്. ഇത്തവണ മാത്രമേ അബദ്ധം പറ്റി. അത് മനുഷ്യന്മാരല്ലേ, ഒരു അബദ്ധമൊക്കെ പറ്റത്തില്ലേ? ഏത് അത് നോക്കിയാം നേരത്തെ എത്തണം. അപ്പോൾ വന്നാൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ വരാം. കഴിക്കുന്നില്ലേ? ആ ഇല്ല, ഡിലേയൊന്നുമില്ല, ഞാൻ ഇറങ്ങാം. എന്താ ഫുഡ് ഇഷ്ടമായില്ലേ? കുഴപ്പമില്ല, ഞാൻ ഇറങ്ങാം. എത്തി. ഇന്ന് സ്പെഷ്യലാണല്ലോ. നീ എന്തായിരുന്നു ഫുഡ് ഉണ്ടാവുന്നില്ലേ? ഇല്ലടാ, ഇന്നലെ പുറത്ത് പോയി വന്നപ്പോൾ നല്ല ലേറ്റായി. പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള മൈൻഡൊന്നും ഉണ്ടായില്ല. നീ കൊള്ളാമല്ലോ നീ പെണ്ണെ. നിനക്കൊണ്ട് എങ്ങനെ പറ്റണല്ലോ ഇതൊക്കെ? മോർണിംഗ് മുതൽ ഈവനിങ് വരെ ഇവിടുത്തെ വർക്ക്, അത് കഴിഞ്ഞ് പോയി ഇങ്ങനത്തെ ഓരോരോ പരീക്ഷണങ്ങൾ. എന്നെ സമ്മതിക്കണം. എന്തിട്ടി ഒന്നുമില്ല. രാവിലെ ശരിക്കും ലാക്കിയ എന്നും ഇതുപോലത്തെ ഡിഫറെൻറ്റ് ഫുഡ് കഴിക്കാമല്ലോ. എനിക്കാണെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ആരും നോക്കിക്കോളും. അപ്പം നീ വിളിക്കുകയാണല്ലോ. ഇറങ്ങാനായോ? കഴിഞ്ഞു. സർപ്രൈസ്. എന്തിനാ വെറുതെ കാശ് കളയുന്നേ? ഇതേ ഷെയ്ഡി 3 അലമാരിക്കകത്തിരിക്കുന്നേ. കാശ് കളയുന്നേ. ഇന്ന് രണ്ടുപേരും ഉണ്ടല്ലോ. ബസ്സിൽ വരാന്ന് പറഞ്ഞതാ. കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഇന്നലെ ഷർട്ട് വാങ്ങിയില്ലേ, അതിന്റെ സ്നേഹക്കൂടുതൽ ചുമ്മിടും. അരുണേ, അവളുടെ സെലക്ഷൻ എന്തായാലും തെറ്റിയിട്ടില്ല. ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. ഷാബിയുടെ ഗിഫ്റ്റാടാ. അല്ല, സ്നേഹയും ഷാബി ഒരുമിച്ച് പോയല്ലോ ഷർട്ട് എടുത്തേ. നിനക്ക് കിട്ടിയില്ലേ? അത് ഇന്നലെ അവളെനിക്ക് തന്നത്. ബെസ്റ്റ്. എടാ, സ്നേഹം നിർബന്ധിച്ചപ്പോൾ ഷാബി ജസ്റ്റ് കൂടെ പോയി എടുത്തത്. സ്നേഹം നിനക്കെന്തോ സർപ്രൈസ് തരാനോ അങ്ങനെ എന്തോ എടുത്തതാ. സ്നേഹനെ പറ്റി പറയുമ്പോൾ ഷാബിക്ക് 100 നാക്കാം. അവൾ ഡെയിലി കൊണ്ടുവന്ന സ്പെഷ്യൽ ഫുഡും. ഞാനാണ് കേട്ട് മടുത്ത്. നീ എന്തോ ലക്കിയാടാ. എടാ, അരുൺ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മൾ മൂവിക്ക് പോവാ. നിങ്ങൾ രാഹുലിനെയും കൂട്ടിയിട്ട് വാങ്ങൂ. രാഹുൽ വരാൻ ചാൻസ് ഇല്ലടി, അവനിപ്പോൾ ഭയങ്കര തിരക്കാ. ശരി, അവനിപ്പോൾ കാണാനേ കിട്ടാറില്ലല്ലോ. അവനെ ഞാൻ തന്നെ കണ്ടിട്ട് കുറേ കാലമായി. അപ്പളാ വന്നല്ല, ഞാൻ പോയിട്ട് വാ. അല്ല, അപ്പം നീ വരുന്നില്ലേ? രാഹുൽ ഇല്ലാതെ ഞാൻ എങ്ങനെ വരാം? രാഹുൽ ഉണ്ടല്ലോ. രാവിലെ ഈ ഡ്രസ് അല്ലായിരുന്നല്ലോ. വൈകിയാണെങ്കിലും തിരിച്ചറിവ് വരുമ്പോൾ ചില തിരുത്തലുകൾ നല്ലതല്ലേ? സിനിമയ്ക്ക് പോവാം.